ആലോചിച്ചിട്ടുണ്ടോ? എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവിടെ ഇരിക്കുന്നവരെല്ലാം ഇതിന്റെ ഗ്രൂപ്പ് അംഗങ്ങൾ തന്നെയല്ലേ? ആണോ? എല്ലാ വാർഡിലും വന്നവർ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്? ഇതിലെ ഗ്രൂപ്പ് കൂടാറുണ്ടോ വാർഡില്? എപ്പോഴാ കൂടുന്നത്? ഇപ്പൊ രൂപീകരിച്ചിട്ടേ ഉള്ളൂ. പുതിയതായിട്ട് രൂപീകരിച്ച. അപ്പൊ നിങ്ങൾ ഇതുവരെ കൂടിയിട്ടില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതിന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നമുക്ക് ഒരു പ്രശ്നം നമ്മുടെ ശ്രദ്ധയിലേക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിച്ച് നോക്കും. എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്കുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഓർമ്മയുള്ളത്? എന്തൊക്കെ സംവിധാനങ്ങളെ കുറിച്ച് അറിയാം? പറഞ്ഞു നോക്ക്. ഇപ്പൊ സാധാരണ പറഞ്ഞു, ലഹരിയാണെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലേ? എക്സൈസിന്റെ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് കിട്ടും. ഉദാഹരണം, എന്താ പറയാ, അവരുടെ ബോധവൽക്കരണ പരിപാടികൾ മിക്ക സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് ലഹരിയിൽ നിന്ന് വിമോചനം നേടണം എന്നുണ്ടെങ്കിൽ, അയാൾക്ക് അതിന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിയഡിക്ഷൻ പോലുള്ള സഹായങ്ങൾ, അവർക്കുള്ള കൗൺസിലിംഗ് ഒക്കെ തന്നെ വിമുക്തി മിഷന്റെ ഭാഗമായി നൽകുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് വീടിനുള്ളിൽ ഗാർഹിക അതിക്രമം ചെയ്യാവുന്നതാണ്. അപ്പൊ അവർക്ക് സഹായം കൊടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ സംവിധാനം? കുടുംബശ്രീക്ക് എന്തൊക്കെ സംവിധാനമുണ്ടോ? അറിയാമോ? കുടുംബശ്രീക്ക് എന്തൊക്കെ സംവിധാനമുണ്ടോ? സ്ത്രീകളുടെ ഗാർഹിക അതിക്രമങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കുടുംബശ്രീക്ക് ഒരു സംവിധാനമുള്ളതായിട്ട് അറിയാം. ഏതാണ്? സ്നേഹിത അല്ലെ? സ്നേഹിത ഉള്ളതായിട്ട് അറിയാം. ജില്ലയിൽ സ്നേഹിത എവിടെയാണ് പ്രവർത്തിക്കുന്നത്? പന്തളത്താണ് പ്രവർത്തിക്കുന്നത്. സ്നേഹിത നമുക്ക് എന്തൊക്കെ സർവീസ് തരും? എന്തൊക്കെ സഹായങ്ങളാണ് തരിക? എന്തൊക്കെ പിന്തുണകൾ നമുക്ക് നൽകാറാണ് സ്നേഹിത? ഇപ്പൊ ഒരു ഗാർഹിക അതിക്രമം നേരിട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് താൽക്കാലിക താമസ സൗകര്യം നമ്മൾ സ്നേഹിതയിൽ നൽകും. കുട്ടികളാണെങ്കിൽ അവർക്കും നമ്മൾ താൽക്കാലിക താമസ സൗകര്യം കൊടുക്കും. എത്ര ദിവസം വരെ കൊടുക്കും? 3 ദിവസമാണ് നമ്മൾ കൊടുക്കുന്നത് സാധാരണ. പിന്നെ പ്രത്യേക സാഹചര്യങ്ങളാണ് 5 ദിവസം വരെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് സംസ്ഥാന മിഷനിലേക്ക് പെർമിഷനോട് കൂടി മാത്രമേ കൂടുതൽ ദിവസങ്ങൾ താമസ സൗകര്യം കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മറ്റ് സംവിധാനങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെ കൗൺസിലിംഗ്, പിന്നെന്താ, അവർക്ക് വേണ്ടുന്ന പുനരധിവാസം. കാരണം അവർക്ക് ഇനി വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് അവരെ മാറ്റുക. പിന്നെന്താ, ഈ കുട്ടികളും അതിക്രമം ശരിയാവുന്നുണ്ടെങ്കിൽ, കുട്ടികൾ 18 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ സംരക്ഷിക്കുന്ന